എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരരെ, നോമ്പുകാലത്തിൻ്റെ പരിസമാപ്തി അറിയിച്ചുകൊണ്ട് വിശുദ്ധ വാരത്തിലെ അതിവിശുദ്ധ ദിനങ്ങളുടെ ഓർമ്മ നമ്മൾ ആചരിക്കുകയാണ്. പെസഹ വേഴവും ദുഃഖവെള്ളിയും ദുഃഖശനിയും ഉയർപ്പ് ഞായറും നമ്മയെല്ലാം ഒരു മനപരിവർത്തനത്തിനും അതുവഴി സംജാതമാകുന്ന ആത്മീയ ആനന്ദത്തിലേക്കും കാരുണ്യത്തിൻ്റെ പാതയിലേക്കും കൈപിടിച്ചു നടത്തുന്നു. മാനവ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് പ്രപഞ്ചത്തിലെ ഓരോ അണുവിന് പോലും നവീന ചൈതന്യം നൽകിക്കൊണ്ട് ക്രിസ്തുനാഥൻ നിർവഹിച്ച 3 മഹത് സംഭവങ്ങളുടെ ഓർമ്മയാണ് നാം ഇന്ന് അയവിറക്കുന്നത്. പാദശാളനം, വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, പൗരോഹിത്യത്തിൻ്റെ ആരംഭം. പഴയ നിയമഗ്രന്ഥത്തിൽ ഇസ്രായേൽ ജനങ്ങളെ ദൈവം ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ ഓർമ്മയായിട്ടാണ് പെസഹ കൊണ്ടാടിയിരുന്നത്. സൃഷ്ടിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ പെസഹ എങ്ങനെ ആചരിക്കണമെന്ന് ജനനേതാവായ മോശയ്ക്കും പുരോഹിതനായ അഹ്റോനും ദൈവം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഉപദേശത്തിൽ ഇന്ന് നാം പെസഹ തിരുനാൾ ഇവിടെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ പിടിച്ചിരുത്തേണ്ട ഒരു ഭാഗമുണ്ട്. സൃഷ്ടിയുടെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ വീടുകൾ തിരിച്ചറിയുവാനുള്ള അടയാളമായിരിക്കും രക്തം. ദൈവം പറയുകയാണ്, നിങ്ങളുടെ വീടുകൾ തിരിച്ചറിയുവാനുള്ള അടയാളമായിരിക്കും രക്തം. പരിശുദ്ധ പിതാവ് കരുണയുടെ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഇന്ന് പെസഹ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒന്നാമത്തെ ചിന്ത ഈ തിരിച്ചറിവാണ്. തിരിച്ചറിവിന് കാലഭ്രംശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ തിരിച്ചറിവിലേക്കുള്ള ഒരാഹ്വാനമാണ് പെസഹ. പഴയ നിയമഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ പ്രിയജനത്തെ രക്ഷിക്കുവാനായിട്ട്, തൻ്റെ പ്രിയപ്പെട്ട മക്കളെ രക്ഷിക്കുവാനായിട്ട് രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും പുരോഹിതന്മാരെയും എല്ലാം അയക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ തിരിച്ചറിവ് തൻ്റെ ജനത്തെ രക്ഷിക്കുവാനായിട്ട് തൻ്റെ ഏകപുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കണമെന്നുള്ളതാണ്. ഈ തിരിച്ചറിവിൻ്റെ മക്കളാണ്, തിരിച്ചറിവിൻ്റെ ഇസ്രായേലാണ് ഇന്ന് നാം ഓരോരുത്തരും. ഈ തിരിച്ചറിവുകൾ സ്വീകരിച്ചവരാണ് നമ്മൾ. അങ്ങനെ വരുമ്പോൾ ഈ തിരിച്ചറിവിൻ്റെ പാതയിലൂടെ നമ്മളും ചരിക്കേണ്ടതാണ്. ഇന്ന് ക്രിസ്തുനാഥൻ നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലുമെല്ലാം കടന്നു വരുമ്പോൾ ഈ തിരിച്ചറിവിൻ്റെ അടയാളം എന്തായിരിക്കും? അന്ന് ഒരു രക്തമാണെങ്കിൽ ഇന്ന് നമുക്ക് ഒരു ക്രിസ്തീയ വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ സമൂഹമാണ് എന്ന് കാണിച്ചു കൊടുക്കുവാനുള്ള അടയാളം എന്താണ്? എവിടെയാണ് നമ്മുടെ ഈ തിരിച്ചറിവുകളും ഈ അടയാളങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നത്? ഒരുപക്ഷെ എൻ്റെ വ്യക്തി ജീവിതത്തിലാകാം, അല്ലെങ്കിൽ എൻ്റെ സന്യാസ സമൂഹ ജീവിതത്തിലാകാം, അതുമല്ലെങ്കിൽ എൻ്റെ കുടുംബ ജീവിതത്തിലാകാം. നഷ്ടപ്പെട്ട ഈ തിരിച്ചറിവുകളെ തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്കും പരിശ്രമിക്കാം. നമ്മുടെ കുറവുകളോടുകൂടി നമ്മെ തിരിച്ചറിഞ്ഞ രക്ഷകന്റെ കരുണയുടെ മുഖഭാവം നമുക്കും പ്രതിഫലിപ്പിക്കാം. കാരുണ്യത്തോടെയുള്ള ഒരു നോട്ടം ഒരു തിരിച്ചറിവാണ്. വിശക്കുന്നവന് അപ്പം നൽകുന്നത് ഒരു തിരിച്ചറിവാണ്. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത് ഒരു തിരിച്ചറിവാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് ഒരു തിരിച്ചറിവാണ്. അധ്യാപകരെ ആദരിക്കുന്നത് ഒരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവിൻ്റെ പാദങ്ങളാണ് ഇന്നത്തെ യുഗത്തിന് ആവശ്യം. ദൈവം പറയുന്നു, ആ രാത്രിയിൽ ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. പെസഹ പഴയ നിയമഗ്രന്ഥത്തിൽ ഒരു കടന്നുപോകലിൻ്റെ അനുസ്മരണമാണെങ്കിൽ, പുതിയ നിയമഗ്രന്ഥത്തിൽ എന്നും നമ്മോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന സർവനന്മ സ്വരൂപന്റെ സ്വയശൂന്യവൽക്കരണത്തിൻ്റെ അനുസ്മരണമാണ്. ഈ പെസഹായുടെ രണ്ടാമത്തെ ചിന്ത കൂടെ വസിക്കുന്നവൻ്റെ അനുസ്മരണമാണ് പെസഹ.
ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ പൂർത്തീകരണമാണ് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. എന്നും നമ്മോടൊപ്പം മാത്രമായിരിക്കുവാൻ, നമ്മുടെ ജോലികളിലും നമ്മുടെ പ്രവർത്തികളിലും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലുമെല്ലാം നമ്മോടുകൂടെ ആകാൻ ആഗ്രഹിക്കുന്ന ഈശോ അപ്പമായി ചെറുതായി ഈ സക്രാരിയിൽ വസിക്കുന്നു. എന്നും അൾത്താറുകളിൽ നമ്മോടൊപ്പം നമ്മുടെ മധ്യേ ആയിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏതവസ്ഥകളിലും നമ്മുടെ മധ്യേ വസിക്കുവാനായി ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ പെസഹ തിരുനാളിൽ നമ്മുടെ മനസ്സിലും നമ്മൾ രൂപപ്പെടുത്തേണ്ടത്, നമ്മൾ കൊത്തിയെടുക്കേണ്ടത്. കൂടെ വസിക്കുന്ന ദൈവത്തെ, ഈ കൂടെ വസിക്കുന്ന ദൈവത്തെ മറ്റുള്ളവരിലേക്ക് നമ്മളും മറ്റുള്ളവരുടെ കൂടെ ആയിരുന്നു കാണിച്ചു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മൂന്നാമത്തെ ചിന്ത, ക്രിസ്തീയ നേതാവിൻ്റെ സ്നേഹസേവനത്തിൻ്റെ മാതൃകയുടെ അനുസ്മരണമാണ് പെസഹ. ക്രിസ്തീയ നേതാവിൻ്റെ സ്നേഹസേവനത്തിൻ്റെ മാതൃകയുടെ അനുസ്മരണം. പുതിയ നിയമഗ്രന്ഥത്തിൽ പെസഹ ഭക്ഷിക്കുന്നതിന് മുൻപ് യേശുനാഥൻ ശിഷ്യന്മാരുടെ മീനുളമ്പ് മണക്കുന്ന പാദങ്ങൾ കഴുകി അതിൽ ചുംബനമർപ്പിച്ച് സ്നേഹസേവനത്തിൻ്റെ മഹനീയ മാതൃക അവിടുന്ന് പഠിപ്പിച്ചു. കാവ്യഭാവനയിൽ അരയന്നം വരിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഏറ്റവും സുന്ദരമായ ഗാനം ആലപിക്കുന്നത്. ഇപ്രകാരം ക്രിസ്തുനാഥൻ തന്റെ മരണത്തിന് തൊട്ടു മുൻപിലായി അവിടുന്ന് പറയുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവനെന്ന്. ഈ പരസ്പര സ്നേഹത്തിന്റെ മഹനീയ മാതൃക കാണിച്ചു തന്നവൻ തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ദാസരിൽ ദാസനായി മാറുകയാണ്. ഈ പരസ്പര സ്നേഹം നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളും ചെറുതാകണം, നമ്മളൊന്ന് ചുരുങ്ങണം. പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് സമ്മതിക്കാൻ തയ്യാറാകണം. കുടുംബത്തിലും സമൂഹത്തിലും തലകുനിക്കാൻ നാം സന്നദ്ധരാകണം. മാതാപിതാക്കളുടെ മുൻപിൽ മക്കൾ തലകുനിക്കണം, അധികാരികളുടെ മുൻപിൽ അധീനർ തലകുനിക്കണം. അങ്ങനെ എല്ലാ രംഗങ്ങളിലും ഒരു ചുരുങ്ങലിൻ്റെ, ഒരു ചെറുതാകലിൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വയലാർ പാടിയതുപോലെ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം മനസ്സിൽ ജനിക്കുന്നു. മനുഷ്യൻ മനസ്സിനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ ദൈവം മനസ്സിൽ മരിക്കുന്നു. യഥാർത്ഥമായ പരസ്നേഹത്തിൽ നാം മുന്നേറുമ്പോൾ യേശു നമ്മിൽ രൂപം കൊള്ളുന്നു. നാലാമത്തെ ചിന്ത, ഈശോയുടെ ശുശ്രൂഷ പൗരോഹിത്യം പിന്തുടരുന്നവരുടെ ആഘോഷമാണ് പെസഹ. യോഹന്നാന്റെ സുവിശേഷം 22-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന്. ഈശോയുടെ ശുശ്രൂഷ പൗരോഹിത്യം അപ്പസ്തോലന്മാരെ പരമേൽപ്പിച്ചതുവഴി ക്രിസ്തീയ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനവും നമുക്കിവിടെ കാണാൻ കഴിയും. അൾത്താറുകളിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതരെ ഓർക്കാനും അവരിൽ ക്രിസ്തുവിൻ്റെ പാപങ്ങൾ ദർശിക്കുവാനും തിരുസഭ നമ്മോട് ഇന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ എവിടെയാണ് നമ്മുടെ ഈ പൗരോഹിത്യ ജീവിതത്തിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകുന്നത്? നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ പിതാവ് പറയുന്നത് പോലെ ആടിൻ്റെ മണമുള്ളവനാണ് ഇടയൻ. ഒരാട്ടിൻ പറ്റവും ഇടയനുമായി നിന്നുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈയിടെ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഇപ്രകാരമായിരുന്നു, 1000 അൾത്താറുകളിൽ ബലിയർപ്പിച്ചിട്ടും വാഴ്ത്തി വിഭജിച്ച് നൽകിയിട്ടും പുരോഹിത നീ എന്തേ ക്രിസ്തുവാകുന്നില്ല? 1000 അൾത്താറുകളിൽ നിന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടും ദൈവജനമേ നിങ്ങളെന്തേ ക്രിസ്തുവാകുന്നില്ല? സ്നേഹമുള്ളവരെ, ഈ പെസഹ തിരുനാൾ ഒരു തിരിച്ചറിവിലേക്കും, തിരിച്ചറിവുകൾ കൂടെ വസിക്കുന്നവനിലേക്കും, കൂടെ വസിക്കുന്നവൻ ക്രിസ്തീയ നേതാവിൻ്റെ സ്നേഹസേവനത്തിൻ്റെ മാതൃകയിലേക്കും, സ്നേഹസേവനം ബലിജീവിതത്തിലേക്കും നമ്മെ നയിക്കട്ടെ. ക്രിസ്തു നമ്മിൽ രൂപപ്പെടട്ടെ. എല്ലാവർക്കും നല്ല പെസഹ തിരുനാൾ ആശംസിക്കുന്നു.